ഇവിടെ ഈ കുഞ്ഞിനെ ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആയിട്ട്, കുഞ്ഞ് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്, പക്ഷെ മനുഷ്യന് വളർത്താൻ കൊടുത്തതാണ്, വളർത്തി തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഹോണർ ചെയ്തുകൊണ്ട് ഈ കുഞ്ഞ് ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആണ് എന്ന് പരസ്യമായി സൃഷ്ടികളുടെ എല്ലാം മുമ്പിൽ പ്രഖ്യാപിക്കുക. ഇതൊരു നല്ല ശുശ്രൂഷയാണ്. നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ദൈവത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയാണ്, യഹോവേ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. ചില സീക്രട്ടുകളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ജീവിതം വളരെ നന്നായി പോകും. ഈ യഹോവ എന്ന് പറയുന്നത് മറ്റാരുമല്ല, സ്വർഗസ്ഥ പിതാവിനെയാണ്. ആ പിതാവ് എന്നെ ഏകനായി വിടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എപ്പോഴും എൻ്റെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നു. ഹല്ലേലൂയ. പലതും ചെയ്ത് പരാജയപ്പെടുന്ന മക്കളോട് യേശുവിൻ്റെ ഈ ഒരു മെത്തേഡൊന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ പരാജയപ്പെടത്തില്ല. കുഞ്ഞിൻ്റെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കുന്ന സ്കൂളല്ല. കുഞ്ഞിൻ്റെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് സ്വന്തം ഭവനമാണ്. കുഞ്ഞിൻ്റെ ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുഞ്ഞിനെ ആദ്യം പഠിപ്പിച്ച സ്കൂളിലെ ടീച്ചറല്ല. കുഞ്ഞിനെ ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരാണ്. കുഞ്ഞ് ചെയ്യുന്നത് കുഞ്ഞ് വായിക്കുകയാണ്. ആരെയാണ് വായിക്കുന്നത്? തൻ്റെ മാതാപിതാക്കന്മാരെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മാത്രമല്ല ഈ ലോകത്തിലെ ഏത് മാതാപിതാക്കന്മാരും നമ്മൾ ചെയ്യേണ്ട ആദ്യ കാര്യം എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് വേണ്ടി ഇതാ നല്ല മാതൃകയുള്ള ഒരു കുടുംബ ജീവിതം നമ്മൾ കാഴ്ചവെക്കുവാനായിട്ടൊക്കെ ഇടയാകണം. ഹല്ലേലൂയ. പുരുഷന്മാർ വിവേകത്തോടുകൂടെ സ്ത്രീയോടുകൂടെ പെരുമാറണം. ഹല്ലേലൂയ. സ്നേഹം മാത്രം പോരാ ഒരു കുടുംബത്തെ കൊണ്ടുപോകാൻ, വിവേകം ആവശ്യമാണ്. പുരുഷൻ സ്ത്രീക്ക് വേണ്ടി അല്ല സൃഷ്ടിക്കപ്പെട്ടത്. വിശുദ്ധ ബൈബിളിലെ കാര്യം മനസ്സിലാക്കുക. എന്നോട് എതിർത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ജീവിതം മനോഹരമായിട്ട് പോകണോ? ഇതാ മനസ്സിലാക്കുക. കുടുംബങ്ങൾ മനോഹരമാകണോ? പുരുഷൻ, സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സ്ത്രീയുടെ കയ്യിൽ അമ്മാനമാടാൻ വേണ്ടി അല്ല നിങ്ങളെ സൃഷ്ടിച്ചത്. ഈ ഒരു തിരിച്ചറിവ് വേണം. ഹല്ലേലൂയ. ആദം എന്താ കാണിച്ചേ? തന്റെ ഭാര്യയുടെ കയ്യിൽ അമ്മാനമാടി, അല്ലേ? ഇതുകൊണ്ടാണ് ആദത്തിന്റെ കുടുംബം ഭൂമി ശപിക്കപ്പെട്ടു പോയത്. ഓർഡർ റിവേഴ്സ് ചെയ്യരുത്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അത്യുന്നതനായ ദൈവത്തിന് വേണ്ടിയാ. സ്ത്രീയുടെ തല കണ്ടോ, ഇതാണ് സ്ത്രീ. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് തിരിച്ചറിയണം. ഈ ഒരു അറിവുണ്ടാകണം. ഇതാ സ്വർഗത്തിലെ ദൈവം കുഞ്ഞുങ്ങളെ ഇതാ സ്ത്രീയും പുരുഷനും അടങ്ങിയ ഈ കുടുംബത്തിന്റെ കീഴിൽ ലഭിച്ചിരിക്കുകയാണ്. ഈ ഓർഡർ തെറ്റാതെ പോയാൽ മനോഹരമായിരിക്കും. ഹല്ലേലൂയ. എപ്പോഴും സ്ത്രീ ഇന്ന് ഇതാ യേശുക്രിസ്തു എപ്പോഴും തന്റെ തലയായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇതേപോലെ പുരുഷൻ എന്ത് ചെയ്യണം? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിൽ ഓടുകയല്ല വേണ്ടത്. മോഷ്ടിക്കപ്പെടരുത്, സ്വയം മോഷ്ടിക്കപ്പെടരുത്, ക്രിസ്തുവിൽ നിന്ന് മോഷ്ടിക്കപ്പെടരുത്. ക്രിസ്തു എപ്പോഴും ശ്രദ്ധിച്ചു തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ശ്രദ്ധിക്കണം? ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ഇനി ശ്രദ്ധിക്കുക, സ്ത്രീ എന്ത് ചെയ്യണം? തന്റെ ഭർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ. പക്ഷെ ഒരു കാര്യം, ഇന്നത്തെ ഭർത്താക്കന്മാരുടെ ഇഷ്ടം ചെയ്യാൻ പോയാൽ ചിലപ്പോ നരകത്തിൽ കിടക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം തന്നെ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ഭർത്താവ് ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരുവാൻ പ്രാർത്ഥന. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങളെയും അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് സ്വർഗീയ കുടുംബത്തിൽ അംഗമാകാതിരിക്കുന്നവരെയും ആ സ്വർഗീയ കുടുംബത്തിൽ അംഗമാകുവാൻ ക്ഷണിക്കുകയാണ്. അതിനെന്ത് വേണമെന്ന് ഒരു വ്യക്തിത്വം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വർഗീയ പിതാവ് വഹിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ കാൽവറിയിൽ യാഗമായി നമ്മളെ രക്ഷിക്കുവാനാണ് എന്നും യേശുക്രിസ്തു മരിച്ചത് മാനവകുലത്തിൻ്റെ പാപത്തിന് വേണ്ടിയാണ് എന്നും വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് അനുദിനം യേശുവെ അനുഗമിച്ച് അനുസരിപ്പാൻ തീരുമാനം എടുക്കുക. അതുവഴി നിങ്ങൾക്ക് സ്വർഗീയ കുടുംബത്തിൽ അംഗമാകാനുള്ള ഒരവസരം സ്വർഗത്തിലെ ദൈവം തരികയാണ്. തുടർന്ന് ഈ വിശ്വാസയാത്രയിൽ നിങ്ങൾ ജയം പ്രാപിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. അതുകൊണ്ട് ഏവരെയും സ്വർഗീയ പിതാവിൻ്റെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ ഭുജമായി
ക്രിസ്തുവിൻ്റെ അവയവമായി നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏവരും കടന്നു വന്നാട്ടെ. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഈ ദുഷ്ടലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പിശാചിൽ നിന്ന്, ഈ ദുഷ്ട തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടും. തുടർന്ന് യേശുവെ അനുഗമിച്ച് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലെത്തുവാൻ ഏവരെ ക്ഷണിക്കുകയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല, ഇങ്ങനെയൊന്നുമില്ലാത്ത ഒരു സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് ധൂർത്തപുത്രൻ്റെ കഥയിലൂടെ യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നു. അതുകൊണ്ട് യേശുവെ അനുഗമിച്ച് നമുക്ക് ആ പിതാവിങ്കലേക്ക് പ്രവേശിക്കാം, പിതാവിങ്കൽ എത്തിച്ചേരാം. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പതിവിലും വ്യത്യസ്തമായി ഒരു ശുശ്രൂഷയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നയിക്കുന്നത്. ഇന്ന് കർത്താവ് എൻ്റെ ഏരിയ ഓഫ് മാനേജ്മെൻറ്റിൽ ഏൽപ്പിക്കപ്പെട്ട 2 ദൈവമക്കൾക്ക് സ്വർഗത്തിലെ ദൈവം അവരുടെ വിവാഹ ജീവിതത്തിൽ കൊടുത്ത ഒരു മകനെ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാനായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത് തിരുവചനത്തിൽ, 8-ാം ദിവസം അല്ലെങ്കിൽ 8 ദിവസം കഴിഞ്ഞ് പരിച്ഛേദനമേർക്കണമെന്നുള്ള ഒരു മോശയുടെ നിയമപ്രകാരം യേശു കർത്താവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, കർത്താവിന് സമർപ്പിപ്പാൻ. ആരെ? കുഞ്ഞിനെയാണ് കർത്താവിന് സമർപ്പിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ കുഞ്ഞിൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹവും നാം കുഞ്ഞിനെ തന്ന ദൈവത്തെ ഹോണർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. നാം ഒരുമിച്ച് ഇന്ന് സഭയായി ഹോളിലും ഓൺലൈനിലൂടെയും ഒക്കെ ശുശ്രൂഷ അനുഭവിക്കുന്ന നാം ഒരുമിച്ച് ആ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് വാത്സല്യ കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ എല്ലാ ബന്ധുമിത്രാദികളെയും പ്രത്യേകിച്ച് പിതാവിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ ചില വചന ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം. ഓ ഫാദർ, വി താങ്ക് യു. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 23-24 വാക്യം നമ്മൾ വായിക്കുകയാണ്. ശബ്ദമുയർത്തി ഒന്ന് വായിച്ചോട്ടെ. ലൂക്കോസ് 2:23-24. കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധം ആയിരിക്കണം എന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും 1 ഇണ കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. മതി, ശ്രദ്ധിച്ചേ. അതിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല, ഒരൊറ്റ ഭാഗമാണ്. യെരുശലേമിലേക്ക് കൊണ്ടുപോയി. എന്തിനു വേണ്ടി? അവിടെ എഴുതിയിരിക്കുന്നു, അവനെ കർത്താവിന് അർപ്പിപ്പാനും, ഉടയവന് അർപ്പിപ്പാൻ. ഹല്ലേലൂയ. നല്ല ദൈവമക്കളുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? എന്ത് കിട്ടിയാലും എനിക്കെന്നല്ല, എന്ത് കിട്ടിയാലും പാപ്പയ്ക്ക്. എന്ത് കിട്ടിയാലും പാപ്പയ്ക്ക്. അതൊരു ചെറിയ പേനയാകട്ടെ, പാപ്പയ്ക്ക്. ഹല്ലേലൂയ. ഇത് അവരുടെ ഹൃദയത്തിലുള്ള ഒരു, അവർ പോലും അറിയാതെ ആ അപ്പനോടുള്ള സ്നേഹമാണ്. എന്ത് കിട്ടിയാലും പപ്പായ്ക്ക്. ചില ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് എന്ത് കിട്ടിയാലും അവരെന്ത് ചെയ്യുന്നറിയാമോ? ഇത് പകുതി എൻ്റെ ജീവിത പങ്കാളിക്ക്. അങ്ങനെ ഒരു കരുതൽ അവരുടെ ഹൃദയത്തിലുണ്ടാകും. ദൈവമക്കളുടെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും പപ്പയ്യ. ഹല്ലേലൂയ. അത് ഗോഡ്സ് പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഇവിടെ യേശുക്രിസ്തുവിന്, കുഞ്ഞാണ്, ആ കുഞ്ഞിനെ കർത്താവിന് അർപ്പിപ്പാൻ. ഈ ഒരു ശുശ്രൂഷ വളരെ നല്ലതാണ്. എന്തും കിങ്ഡം പ്രോപ്പർട്ടി ആയിട്ട് പ്രഖ്യാപിക്കുക. കാരണം ഈ ഭൂമിയിലെ എന്തിനും അവകാശം പറയുന്ന 2 കിങ്ഡങ്ങളുണ്ട്. ഒന്ന് പിശാചിൻ്റെ കിങ്ഡം, ഒന്ന് ദൈവത്തിൻ്റെ കിങ്ഡം. നിങ്ങൾ ചിന്തിക്കും, അതെങ്ങനെയുണ്ടോ?
പിന്നെ ഈവൻ മോശ മരിച്ചപ്പോൾ പോലും ഈ രണ്ട് ആത്മരാജ്യങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായി. ആ തർക്കം എങ്ങനെയായിരുന്നു? പിശാചും അതോടൊപ്പം തന്നെ മൈക്കിൾ, ദൈവത്തിൻ്റെ സേനയുടെ പ്രധാന സേനാധിപനായ മൈക്കിളുമായിട്ടായിരുന്നു, മിഖായേലുമായിട്ടായിരുന്നു തർക്കം. മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ചു വാദിച്ചു. കാരണം ശരീരം പിശാചിന് കിട്ടണം, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഒരു തർക്കം നടക്കുക ആ ശരീരത്തിന് വേണ്ടി. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, മൈക്കിള് തിരിച്ചു പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. കാരണം ആത്മലോകത്തെ റാങ്കിങ് ഉണ്ട്. മൈക്കിൾ പറഞ്ഞൊരു കാര്യം, ദൈവം നിന്നെ ഭത്സിക്കട്ടെ, ദൈവം നിന്നെ ഭത്സിക്കട്ടെ. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ ആത്മലോകത്തെ കുറിച്ചൊന്നും അധികമൊന്നും അറിയാത്തത് കൊണ്ടും നമ്മൾ ആത്മലോകത്ത് വീണ്ടും ജനിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ആത്മലോകത്ത് നല്ലൊരു പങ്കും കണ്ണു തുറക്കാത്ത ശിശുക്കളാണ്. ഈ പട്ടിക്കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അതിൽ കണ്ണു തുറക്കത്തില്ല, 15 ദിവസം പിടിക്കും. ഇതേപോലെയാണ് നമ്മളിൽ നല്ലൊരു പങ്ക്. ആത്മലോകത്ത് യേശുക്രിസ്തുവിനാൽ നമ്മൾ സ്വർഗീയ പിതാവ് യേശുക്രിസ്തുവിനോട് നമ്മൾ ജനിപ്പിച്ചു. പക്ഷേ ജനിച്ചിട്ടും കണ്ണു തുറക്കാത്ത കുരുടന്മാരാണ് നമ്മൾ നല്ലൊരു പങ്ക്. കർത്താവ് പറഞ്ഞു കേട്ടിട്ടില്ലേ, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട്, കുഞ്ഞ് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, പക്ഷേ മനുഷ്യന് വളർത്താൻ കൊടുത്തതാണ്, വളർത്തി തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഹോണർ ചെയ്തുകൊണ്ട് ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി ആണ് എന്ന് പരസ്യമായി സൃഷ്ടികളുടെ എല്ലാം മുമ്പിൽ പ്രഖ്യാപിക്കുക. ഇതൊരു നല്ല ശുശ്രൂഷയാണ്, നല്ല ശുശ്രൂഷ. ദൈവത്തിൻ്റെ സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് ദൈവത്തെ ഹോണർ ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതിൻ്റെ 9-10 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 9-ാം വാക്യം വായിച്ച്, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. നിങ്ങൾക്കറിയാലോ, ഇതാ ദൈവത്തെ നമുക്ക് ശലിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ദൈവത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയാണ്, യഹോവയെ നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാം. ചില സീക്രട്ടുകളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ജീവിതം വളരെ നന്നായി പോകും. ഈ യഹോവ എന്ന് പറയുന്നത് മറ്റാരുമല്ല, സ്വർഗസ്ഥ പിതാവിനെയാണ്. എല്ലാത്തിൻ്റെയും ആദ്യ ഫലം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക സീക്രട്ടാണത്. അങ്ങനെ ചെയ്ത് എന്തു പറ്റും? ഇവിടെ താഴെ എഴുതിയിരിക്കുന്നു, എൻ്റെ വാക്യം വായിച്ച്, അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. കേട്ടോ, ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് വിക്ടറി. എന്താണത്? ടാപ്പ് ടു ദ സോഴ്സ്. ടാപ്പ് ടു ദ സോഴ്സ് ഈസ് ദ സീക്രട്ട് ഓഫ് വിക്ടറി. ഞങ്ങളുടെ ഒരു ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ വൺസ് ഇൻ എ വീക്ക് ഒരു മെസ്സേജ് കൊടുക്കും. നമ്മുടെ ഏതെങ്കിലും ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ന് രാവിലെ ദൈവം എഴുതാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഇതാണ്, സീക്രട്ട് ഓഫ് വിക്ടറി ഈസ് ടു ടാപ്പ് ടു ദ സോഴ്സ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കിട്ടും. ദ ബെസ്റ്റ് ഡാഡ് ഐ എവർ സീൻ ഈസ് മൈ ഹെവൻലി ഫാദർ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പിതാവെന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവാണ്. ആ പിതാവുമായി ടാപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ജയത്തിൻ്റെ സീക്രട്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ജയത്തിൻ്റെ സീക്രട്ട് അതായിരുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും യേശുക്രിസ്തു ആ പിതാവുമായി, സോഴ്സുമായി കണക്ട് ചെയ്യപ്പെടാനായിട്ട് ആഗ്രഹിച്ചു. ഒരിക്കൽ ആ സോഴ്സ് കണക്ഷൻ വിട്ടപ്പോൾ യേശു കരഞ്ഞു. ഈ സീക്രട്ട് നമ്മൾ മനസ്സിലാക്കണം. ചുമ്മാ പാടി സ്തുതിച്ച് നടന്നാൽ പോരാ, സീക്രട്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമാണ്, നമ്മളിത് ശ്രദ്ധിക്കണം.
യോഹന്നാൻ 8:29 യേശുക്രിസ്തു പറയുന്നു, ആ പിതാവുമായുള്ള കണക്ഷൻ താൻ എപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒന്ന് വായിച്ചേ. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കണ്ടോ? യേശു തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ അനേക ബിസിനസ് മീറ്റിങ്ങുകളൊന്നും അറ്റൻഡ് ചെയ്ത് പഠിക്കേണ്ടെന്നല്ല, അതിനേക്കാളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി യേശുവിൻ്റെ ജീവിതം. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നെ അയച്ചവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതാണ് ജയം. എന്നിട്ട് പറയാണ്, ആ പിതാവ് എന്നെ ഏകനായി വിടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എപ്പോഴും എൻ്റെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നു. ഹല്ലേലൂയ. പലതും ചെയ്ത് പരാജയപ്പെടുന്ന മക്കളോട് യേശുവിൻ്റെ ഈ ഒരു മെത്തേഡൊന്ന് ഫോളോ ചെയ്തേ, നിങ്ങൾ പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. യേശു ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ്. ഒന്നൊരു വായിച്ച് ആളൊന്ന് കേട്ടോട്ടെ. യേശു എന്താ ശ്രദ്ധിച്ചിരുന്ന കാര്യം തൻ്റെ ജീവിതത്തിൽ? എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാം. എപ്പോഴാണ് ഏകനായി വിടുന്നേ? ആദത്തെ ഏകനായി വിട്ടു, ഹവ്വയെ ഏകനായി വിട്ടു. എപ്പോഴാണ് ഏകനായി വിട്ടേ? അവർ ഏകനായി വിടാനുള്ള കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയെ അവർ മോഷ്ടിച്ചെടുത്തു. ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയെ ദൈവത്തിൽ നിന്ന് മോഷ്ടിച്ചു, അതോടുകൂടെ ഏകനാക്കി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇതാ ഇപ്പോൾ ഈ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ട്, ദൈവത്തിന് സമർപ്പിക്കുവാൻ പ്രിയ കുടുംബം കടന്നു വന്നിരിക്കുക. ഈ കുടുംബം കടന്നു വന്നിരിക്കുമ്പോൾ നമ്മളുടെ ഒരു ഉത്തരവാദിത്വമുണ്ട് ഇവരുടെ എല്ലാം മുമ്പിൽ. നമ്മൾ പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ ആ കുഞ്ഞിൻ്റെ മുൻപിൽ മാതൃകയായി ജീവിക്കണം. സഭ ആ കുഞ്ഞിൻ്റെയും കുടുംബത്തിൻ്റെയും മുമ്പിൽ മാതൃകയായി ജീവിക്കണം. ഓരോ കുടുംബങ്ങളും ദൈവം വച്ച വ്യവസ്ഥയെ മോഷ്ടിക്കാതിരിക്കാൻ നോക്കണം. മോഷണമില്ലാത്ത കുടുംബങ്ങളായി മാറണം. ആരുടെയും ഒന്നും മോഷ്ടിക്കരുത്. ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയെ ദൈവത്തിൽ നിന്ന് മോഷ്ടിക്കരുത്. ദൈവത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ വ്യവസ്ഥയെ അപഹരിക്കരുത്. നമ്മുടെ വാക്കുകളിലൂടെ ഒരു വ്യക്തിയുടെ മാന്യതയെ മോഷ്ടിക്കരുത്. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ ഒക്കെ അനുകരിപ്പാൻ ഉള്ളതായിരിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് വിതച്ചോ അത് തന്നെ നാം കൊയ്യും. ഞാനൊരു ദേശത്ത് ചെന്നപ്പോൾ ഞാൻ കാണുന്നൊരു കാര്യം, ഒരു വ്യക്തി തൻ്റെ മക്കളെ ഓർത്ത് വ്യസനിക്കുന്നു. അപ്പോൾ തന്നെ വേറൊരു വ്യക്തി എൻ്റെ അടുക്കൽ വന്നിട്ട് ഉടനെ പറയാണ്, ഇവൻ കാരണം എൻ്റെ മക്കൾക്ക് ഈ അവസ്ഥ വന്നേ, ഇവൻ കാരണമാണ് എൻ്റെ മക്കൾക്ക് ഈ അവസ്ഥ വന്നേ. വേറെ ഒന്നുമല്ല, ഈ വ്യക്തി തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ മക്കളെയും ഉപദ്രവിച്ചു. തുടർന്ന്
അത് തന്നെ ഈ വ്യക്തിയുടെ മക്കൾക്കും വന്നു ചേർന്നു. ആരെയും ഉപദ്രവിക്കരുത്. മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചോട്ടെ, നമ്മളെ തിരിച്ചുപദ്രവിക്കരുത്. മറ്റുള്ളവർ വാക്കുകൊണ്ട് നമ്മളെ കുത്തിക്കോട്ടെ, നമ്മളെന്തായിരിക്കണം? തിരിച്ചു വാക്കുകൊണ്ട് അവരെ കുത്തരുത്. പകരം എന്ത് ചെയ്യണം? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. എങ്ങനെ? പ്രിയ മകൻ വിനോദ് ഇന്ന് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അല്പസമയമുള്ള ഒരു ഡൊമോ കാണിച്ചു. ആ മകൻ കാണിച്ചത് കണ്ടോ? മറ്റുള്ളവർ വാക്കുകൊണ്ട് നമ്മളെ കുത്തുമ്പോൾ, മറ്റുള്ളവർ വാക്കുകൊണ്ട് നമ്മളെ ഞെക്കുമ്പോൾ നമ്മളിന്ന് പുറത്തു വരേണ്ടത് അവരോടുള്ള തിരിച്ചുള്ള കുത്തല്ല. പകരം ഇത് നോക്കിക്കോട്ടോ, ശ്രദ്ധിച്ച് ഇത് നോക്കി. അവർ നമ്മളെ ഞെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവസ്നേഹം പുറത്തിറങ്ങണം. ഞെക്കുമ്പോൾ എന്ത് പുറത്തിറങ്ങണം? ദൈവസ്നേഹം പുറത്തിറങ്ങണം. മനസ്സിലായോ? തിരിച്ചു കുത്തരുത്. ഹല്ലേലൂയ. ആ കുത്തിനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമാക്കി മാറ്റണം. ഇതാ യേശു ക്രിസ്തുവിൻ്റെ മെത്തേഡ്. യേശു ഇങ്ങനെ പറഞ്ഞു. യേശുവിനെ കുത്തുകയാ, വാക്കുകൊണ്ട്, കുന്തം കൊണ്ട്, മുള്ളുകൊണ്ട്, ചാട്ടവാറുകൊണ്ട്. യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് യഥാർത്ഥ ഒരു ദൈവബന്ധ മെത്തേഡ്. മറ്റുള്ളവർക്ക് മാതൃകയായി നിലകൊള്ളുക. ഇനി 1 പത്രോസ് 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇതാ ഈ കുഞ്ഞിൻ്റെ മുൻപിൽ, ഈ കുടുംബത്തിൻ്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും ഒരു മാതൃകയായി നിലകൊള്ളുക. ശ്രദ്ധിക്കുക, ആ ഭാഗം നമുക്ക് വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 1 മുതൽ നമുക്ക് വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദാസന്മാരോട് പറയുന്നൊരു കാര്യം വായിച്ചാട്ടെ. അതിൻ്റെ 1 മുതൽ 5 വരെ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ശ്രദ്ധിച്ചേ, ഇവരെല്ലാം വളരെയധികം പറയാനുള്ളതാണെങ്കിലും അങ്ങോട്ടേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇതാ 1 പത്രോസ് 5:3 പറയുകയാണ്. 2-3 കൂടി ചേർന്ന് പറയുമ്പോൾ, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ വിചാരണയിലുള്ള, വേറൊരാളുടെ വിചാരണയിലല്ല, നിങ്ങളുടെ വിചാരണയിൽ. ഹല്ലേലൂയ. ഇതാ ഞാൻ പലപ്പോഴും ചർച്ച വിട്ടുപോകുന്നവരെ ഒന്ന് വിളിക്കാറുണ്ട്. എന്തിനാണെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ വിളിച്ചപ്പോൾ പറഞ്ഞു, വിളിച്ചത് എന്തിനാണെന്ന് വേറൊന്നുമല്ല, ക്രിസ്തുവിനെ നിങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ്. അതോടുകൂടി എൻ്റെ ഉത്തരവാദിത്വം തീർന്നു. കാരണം ഞാൻ അധികാരത്തിന് കീഴിലുള്ള ആളാണ്. എൻ്റെ മുകളിൽ ക്രിസ്തുവുണ്ട്, ക്രിസ്തുവിൻ്റെ മുകളിൽ സ്വർഗീയ പിതാവുണ്ട്. ക്രിസ്തു എപ്പോഴും സ്വർഗീയ പിതാവിനെ റിപ്പോർട്ട് ചെയ്യും, ഞാൻ ക്രിസ്തുവിനെ റിപ്പോർട്ട് ചെയ്യണം. ഇതാ അങ്ങനെ ആ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഇതാ നിങ്ങളെ കുറച്ച് നാളായിട്ട് കാണുന്നില്ല ചർച്ചിൽ. എന്തുകൊണ്ടാണ്? എനിക്ക് ക്രിസ്തുവിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം വിചാരണ മാറിപ്പോയാൽ പിന്നെ ആ വ്യക്തി ഉത്തരവാദിത്തം ഇവരുടെ പുറകെ ഓടിച്ചെല്ലാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ, അപ്പോൾ ആട്ടിൻകൂട്ടം നമ്മുടെ അല്ല, ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുക. ദൈവത്തിന് ചിലപ്പോൾ തോന്നും ഈ വ്യക്തിയെ ഈ കൂട്ടത്തിൽ നിർത്തേണ്ട, വേറൊരു കൂട്ടത്തിൽ വളർത്താം. ദൈവം അവിടെ വളർത്തും. മനസ്സിലായോ? അതായത് ഈ സ്കൂളുകൾ മാറിയില്ലേ, എല്ലാവരെയും ഒരു സ്കൂളിലാണ് കൊണ്ട് ചേർക്കുന്നത്.
ഇല്ല, അവരുടെ ലെവൽ അനുസരിച്ച് അവർ ചിലപ്പോൾ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നവരും ഉണ്ടാകാം, 5 കൊണ്ട് ചേർക്കുന്നവരും ഉണ്ടാകാം, 8 ചേർക്കുന്നവരും ഉണ്ടാകാം, ചിലപ്പോൾ +2-നും ചിലരെ IAS പഠിക്കാൻ വേണ്ടി ചേർക്കുന്നവരുണ്ടാകാം. അത് അവരുടെ നിലവാരം അനുസരിച്ച്. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ നിലവാരവും കോളിങ്ങും അനുസരിച്ച് നമ്മളെ ഓരോരുത്തരും കൊണ്ടെത്തിക്കും നമുക്ക് അവിടെ വളരുവാൻ വേണ്ടി. അപ്പോൾ അവനവൻ്റെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുക, നിർബന്ധത്ത അല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും. ശ്രദ്ധിക്കുക, അപ്പം ദുരാഗ്രഹത്തോടെ ചർച്ച നടത്താം. ഹല്ലേലൂയ. ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവൻ. ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായിരുന്നു കൊണ്ട്. അപ്പോൾ ഒരു ഇടയൻ ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരുന്നു കൊണ്ട് അധ്യക്ഷത ചെയ്യണം. ഹല്ലേലൂയ. അതായത് നാട് വാഴുന്ന രാജാക്കന്മാരെ പോലെയല്ല. രാജാക്കന്മാർക്ക് മാതൃകയൊന്നും ആകേണ്ട ആവശ്യമില്ല, വാണാ മാത്രം മതി. പക്ഷേ ഒരു ഇടയനെ സംബന്ധിച്ച് ആ ഇടയൻ്റെ ജീവിതം തന്നെ ഒരു സന്ദേശമായി തീരുവാനായിട്ട് ഇടയാകണം. കൊണ്ട് പറയുന്ന വാക്കുകളേക്കാൾ ആ ജീവിതം സന്ദേശമായി തീരുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ ഇതാ ഈ കുഞ്ഞുമായിട്ടുള്ള കാര്യത്തിൽ നമ്മളുടെ ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ എഡ്യൂക്കേഷൻ നടക്കുന്നത് ആ വീട്ടിലാണ്. കുഞ്ഞിൻ്റെ ആദ്യത്തെ സ്കൂളെന്ന് പറയുന്നത് കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കുന്ന സ്കൂളല്ല. കുഞ്ഞിൻ്റെ ആദ്യത്തെ സ്കൂളെന്ന് പറയുന്നത് സ്വന്തം ഭവനമാണ്. കുഞ്ഞിൻ്റെ ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുഞ്ഞിനെ ആദ്യം പഠിപ്പിച്ച സ്കൂളിലെ ടീച്ചറല്ല. കുഞ്ഞിനെ ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരാണ്. കുഞ്ഞ് ചെയ്യുന്നത് കുഞ്ഞ് വായിക്കുകയാണ്. ആരെയാണ് വായിക്കുന്നത്? തൻ്റെ മാതാപിതാക്കന്മാരെയാണ് വായിക്കുന്നത്. ഇതെപ്പോഴും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. തൻ്റെ മാതാപിതാക്കന്മാരെയാണ് കുഞ്ഞ് വായിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞേ? കുഞ്ഞിൻ്റെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് തൻ്റെ ഭവനമാണ്. കുഞ്ഞിൻ്റെ ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരെയാണ്. കുഞ്ഞ് ആദ്യം ചെയ്യുന്നത് മാതാപിതാക്കന്മാരെ വായിക്കുകയാണ്. ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് മാതാവിനും പിതാവിനും ആ കുടുംബത്തിൽ ഒരു പദ്ധതിയുണ്ട്. ഇവിടെ നമ്മളാരും മോഷ്ടാക്കളായി തീരുവാനായിട്ട് ഇടയാകരുത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. The home is the child's first school. The parent is the child's first teacher. And reading is the child's first subject. ഒരു ചിന്തകൻ്റെ ഒരു ചിന്തയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാം. കുഞ്ഞ് അറിയാതെ തന്നെ മാതാപിതാക്കന്മാരെ പഠിക്കും. കാരണം മാതാപിതാക്കന്മാരുടെ വാക്കുകൾ, മാതാപിതാക്കന്മാരുടെ പ്രവർത്തികൾ, ഇതെല്ലാം കുഞ്ഞ് തൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കും, അറിയാതെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ എൻ്റെ ഈ ജീവിതയാത്രയിൽ ഒരു വ്യക്തി, ആ വ്യക്തിയോട് ചോദിച്ചൊരു ചോദ്യം ഇതിങ്ങനെയായിരുന്നു: നിങ്ങൾ പെണ്ണ് കാണാൻ പോയിട്ട് എന്തേ ആ പെണ്ണിനെ വിവാഹം കഴിക്കാഞ്ഞേ? നല്ല പെണ്ണാണല്ലോ. അപ്പം ആ വ്യക്തി പറഞ്ഞ മറുപടി, പെണ്ണ് നല്ലതാ, പക്ഷേ ഞാൻ പെണ്ണിൻ്റെ അമ്മയെ ഒന്ന് പഠിച്ചു, അതുകൊണ്ട് ആ പെണ്ണിന് വിവാഹം കഴിക്കണ്ട എന്ന് വെച്ചു. വളരെ ബുദ്ധിയുള്ളൊരു ഉത്തരവായിരുന്നു ആ പയ്യൻ തന്നെ. പെണ്ണ് നല്ലതാ, അതായത് കാഴ്ചയ്ക്ക് പെണ്ണ് നല്ലതാ, പക്ഷേ ആ മകൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ആ പെണ്ണിനെ മാത്രമല്ല കണ്ടത്, ആ പെണ്ണിൻ്റെ അമ്മയുടെ നേച്ചറും കൂടെ ഒന്ന് കണ്ടു. ആ മകൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: ആ പെണ്ണിൻ്റെ അമ്മയാണ് ആ വീട്ടിലെ ഭരണം നടത്തുന്നത്.
ആ പെണ്ണിൻ്റെ അമ്മയാണ് ആ വീട്ടിലെ ഭർത്താവിൻ്റെ ആ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത്. ഭർത്താവ് അവിടുത്തെ ഭാര്യയെ പോലെയാണ്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ പെൺകുട്ടി പഠിച്ച ആദ്യ സ്കൂളിൽ താൻ പഠിച്ചത് തൻ്റെ അമ്മയിൽ നിന്നാണ്. അമ്മ പോലും പഠിപ്പിക്കാതെ പഠിച്ചത് അമ്മയിൽ നിന്ന്. ഈ അമ്മ തൻ്റെ ഭർത്താവിന്, തൻ്റെ അപ്പനെതിരെ ചാടിക്കടിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുക. ഞാനും വൈഫും കൂടെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരിക്കൽ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് യാത്രയായി. അബുദാബിയിലാണ്. അബുദാബിയിൽ ഞങ്ങൾ ആ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് യാത്രയായപ്പോൾ ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ അവിടെ സ്ത്രീ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ കണ്ട് ഉടനെ തന്നെ ആ സ്ത്രീയെ ഫോണെടുത്തിട്ട് തൻ്റെ ഭർത്താവിനെ വിളിക്കുകയാണ്. മോനച്ചൻ എവിടെയാ? ആരെ വിളിക്കണേ? തൻ്റെ ഭർത്താവിനെ വിളിക്കുക, മോനച്ച. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ആരായിരിക്കും മോനച്ചൻ? അപ്പോൾ എനിക്ക് പറഞ്ഞത് ഭർത്താവാന്നു. ഞാൻ ഞെട്ടിപ്പോയി. ആ വിളിയുടെ ടോണ്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടോണിൽ അറിയാം ആ സ്ത്രീയാണ് ആ കുടുംബം ഭരിക്കുന്നത്. അതായത് വമ്പൻ മോഷണം ആ വീട്ടിൽ നടന്നിരിക്കുന്നു. ദൈവം വെച്ച അതോറിറ്റിയെ ആ സ്ത്രീ മോഷ്ടിച്ചു. മോഷണം നടന്നു. അങ്ങനെ മോഷണം നടക്കുന്ന കുടുംബങ്ങൾ ശാപത്തിൻ്റെ കീഴിൽ പോകും. ദൈവം വെച്ച വ്യവസ്ഥയെ മോഷ്ടിക്കരുത്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മുടെ മക്കൾ നമ്മളെ വായിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പോലും അറിയാതെ. അതാ എൻ്റെ മകൻ പുറകിലിരിക്കുന്നുണ്ട്. ഏതോ ഒരു ടോക്ക് വീട്ടിൽ വന്നപ്പോൾ മകൻ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറഞ്ഞ കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. മകൻ എന്നോട് പറയുകയാണ്, പപ്പ ഒരു സിംഹത്തെ പോലെയാണ്. പപ്പയുടെ മെൻറ്റാലിറ്റി ഒരു ലയൺ മെൻറ്റാലിറ്റിയാണ്. എൻ്റെ മകൻ പുറകിരിക്കുന്നുണ്ട്. ഞാൻ പോലും ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സംഭവം എൻ്റെ മകൻ ജനനം മുതൽ എന്നെ കാണുന്ന എൻ്റെ മകൻ എന്നെ വായിക്കുകയായിരുന്നു. തുടർന്ന് ഞാൻ ദൈവസന്നിധിയിൽ വെച്ച് അത് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും മനസ്സിലായി മകൻ പറഞ്ഞ സത്യമാണ്. ഒരാൾ പറഞ്ഞാൽ ഞാൻ കൂട്ടാക്കത്തില്ല. ഞാൻ കൂട്ടാകണമെങ്കിൽ 2 പേര് പറയണം, സ്വർഗസ്ഥ പിതാവും ക്രിസ്തു. പിന്നെ അതിനോട് അനുകൂലിച്ച് നിൽക്കുന്നവർ പറഞ്ഞാലും കേൾക്കും. ഞാൻ എല്ലാ ദേവാസന്മാരോടും പറയും. എന്നെ കേൾക്കുന്ന ദേവാസന്മാർ ഇവിടെ ഉണ്ട്, ശബ്ദകാഴ്ച പരിധിയിലുണ്ട്. എന്നെ നിങ്ങൾക്ക് ആർക്കും ചേഞ്ച് ചെയ്യാം. പക്ഷേ ഈ വചനത്തിന് അനുകൂലമായി അനുസരിച്ചുള്ള വാക്കുകൾ മാത്രമായിരിക്കണം പറയേണ്ടത്. ഇതിൻ്റെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് വേണ്ടത് ഈ ലോകത്തിലൊന്നുമല്ല, ലോകത്തിലെ ആളുകളുടെ അപ്രീസിയേഷനുമല്ല. എനിക്ക് വേണ്ടത് ക്രിസ്തു യേശുവിൽ എൻ്റെ സ്വർഗസ്ഥ പിതാവിനെയാണ്. അതുകൊണ്ട് ആ സിസ്റ്റത്തിൻ്റെ കീഴിൽ ഞാൻ എപ്പോഴും കീഴടങ്ങിയിരിക്കും. പിന്നെ എനിക്ക് മകൻ പറഞ്ഞൊരു ദുഃഖം ഉണ്ടായില്ല. കാരണം എൻ്റെ യേശുവിനും വചനം പേരിട്ടിരിക്കുന്നത് ഇത് തന്നെയാണ്, യൂദാ ഗോത്രത്തിൻ്റെ സിംഹം. ആ സിംഹത്തിൻ്റെ കുട്ടികളും അതേ മനോഭാവം ഉള്ളവരായിരിക്കും. യേശുക്രിസ്തു ഇതുപോലെ തന്നെയായിരുന്നു. ആ പിതാവ് പറഞ്ഞതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. മനുഷ്യർ പറയുന്നതിനനുസരിച്ച് മൂവ് ചെയ്യുകയും ഇല്ല. ഒരിക്കലും മനുഷ്യർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരനുമായി പിതൃസ്വത്ത് പങ്കിടുവാൻ ഒന്ന് വന്നെന്ന് ഹെൽപ്പ് ചെയ്യണം. യേശു ഉടനെ ചോദിച്ചു, എന്നെ നിൻ്റെ അപ്പൻ്റെ പിതൃസ്വത്ത് പങ്കിടുന്നവൻ ആക്കി വെച്ചവൻ ആർ? ഞാൻ വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനും നിങ്ങളും അറിഞ്ഞാലും അറിഞ്ഞില്ലേലും നമ്മുടെ മക്കൾ നമ്മളെ വായിക്കുകയാണ്. നല്ലൊരു പങ്കും പിതാവിൻ്റെ സ്വഭാവമായിരിക്കും അവിടുത്തെ മകൻ്റെ സ്വഭാവം. പിതാവ് കുടിച്ചു വന്നിട്ട് ഭാര്യയെ, സ്വന്തം ശരീരമായ ഭാര്യയെ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ ഈ മകൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കയറി കിടക്കുന്നുണ്ട്. ഈ മകനും അറിയാതെ അത് തന്നെ ചെയ്യുന്ന വ്യക്തിയായി തീരും. എന്നാൽ പകരം പിതാവും മാതാവിനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അറിയാതെ തന്നെ
ആ കുഞ്ഞിൻ്റെ ആദ്യ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സന്ദേശം, എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ സ്നേഹിച്ചതുപോലെ ഞാനും എനിക്ക് ദൈവം തരുന്ന ആ സ്ത്രീയെ സ്നേഹിക്കണം എന്നുള്ള സന്ദേശമാണ്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെതിരെ ചാടിക്കടിച്ചുകൊണ്ട് ഭർത്താവിനെ ഭാര്യയാക്കിയും ഭാര്യ കയറി ഭർത്താവുമായ സ്ഥിതിയിലാണെങ്കിൽ നല്ലൊരു പങ്കും അവർക്ക് ജനിക്കുന്ന മക്കൾ, പെൺമക്കൾ പ്രത്യേകിച്ച്, ഇതേ രീതി തങ്ങളുടെ ജീവിതത്തിലേക്ക് ഓട്ടോമാറ്റിക് കടന്നു വരുവാനായിട്ട് ഇടയാകും. മനസ്സിലാക്കുക, ഞാൻ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കുട്ടികളുടെ ആദ്യ സ്കൂൾ എന്ന് പറയുന്നത് വീടാണ്. ആദ്യ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പാരൻസാണ്. അവർ നമ്മളറിയാതെ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും അറിയുന്നില്ല, നമ്മളും അറിയുന്നില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മാത്രമല്ല ഈ ലോകത്തിലെ ഏത് മാതാപിതാക്കന്മാരും നമ്മൾ ചെയ്യേണ്ട ആദ്യ കാര്യം എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് വേണ്ടി ഇതാ നല്ല മാതൃകയുള്ള ഒരു കുടുംബജീവിതം നമ്മൾ കാഴ്ചവെക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. ജീവിതമാകുമ്പോൾ പരസ്പര വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. ഭാര്യ പറയുന്നത് എപ്പോഴും ഭർത്താവിന് ഇഷ്ടപ്പെടണമെന്നില്ല, ഭർത്താവിൻ്റെ പ്രവൃത്തികളും വാക്കുകളും എപ്പോഴും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പലപ്പോഴും പല വിഷയങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇതിനെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഇതാ ആ കുടുംബത്തെ ഒരു ഫ്രൂട്ട്ഫുള്ളായി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിന് തിരുവചനപ്രകാരം ഇതിനെക്കുറിച്ച് ധാരാളം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീയുടെ ബലഹീനത എന്താണ്, സ്ത്രീയുടെ ബലം എന്താണ്, എന്താണ് ഈ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നാം മനസ്സിലാക്കണം. 1 പത്രോസ് 3-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുരുഷന്മാർ വിവേകത്തോടുകൂടെ സ്ത്രീയോടുകൂടെ പെരുമാറണം. ഹല്ലേലൂയ. സ്നേഹം മാത്രം പോരാ ഒരു കുടുംബത്തെ കൊണ്ടുപോകാൻ, വിവേകം ആവശ്യമാണ്. വായിച്ചാട്ടെ. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് വിവേകം വേണം. ഭർത്താക്കന്മാർക്ക് വിവേകം വേണം സ്ത്രീയോട് കൂടെ പാർക്കാനായിട്ട്. വിവേകമില്ലെങ്കിൽ കഴിയുകയില്ല. ഹല്ലേലൂയ. ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഇവിടെ പറയണം നിങ്ങളുടെ പ്രാർത്ഥന മുടങ്ങും. ഇതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ തിരിച്ചറിയണം. ഒരു സ്ത്രീയെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ കല്യാണം കഴിച്ചു, അങ്ങനെ ആകരുത്. കാര്യങ്ങൾ വ്യക്തതയോടെ തിരിച്ചറിയണം. വിവേകം ഇപ്പോൾ നിങ്ങൾ കേട്ടു, ഇതാ ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ സ്കൂള് വീടാണ്, ആദ്യത്തെ ടീച്ചേഴ്സും പാരൻസാണ്. അവർ അറിയാതെ പാരൻസിനെ വായിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ കാണുന്ന ചിത്രം, ഇതിലൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യ ചിത്രം നിങ്ങൾ കാണാം. ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നു. ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നു. അതാണ് നിങ്ങളിവിടെ ആദ്യം കാണുന്നത്. ഇതാ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വായിൽ നിന്ന് ഇതാ പല വാക്കുകൾ, പൂക്കൾ പോലെ കാണിച്ചിരിക്കുന്ന വാക്കുകൾ പുറത്തിറങ്ങുന്നു. തുടർന്ന് അത് കുഞ്ഞിൻ്റെ അകത്ത് കിട്ടി. ഇതാ കുഞ്ഞ് അതേ വാക്കുകൾ പുറത്തേക്ക് സംസാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പോലും അറിയാതെ കുഞ്ഞുങ്ങൾ നമ്മളെ വായിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം തിരിച്ചറിയണം. ഇതാ കുഞ്ഞുങ്ങളത് കാണുന്നു, കുഞ്ഞുങ്ങൾ കാണുന്നത് കുഞ്ഞുങ്ങൾ വായിക്കുന്നു, തുടർന്ന് കുഞ്ഞുങ്ങളത് ചെയ്യുന്നു. ചിൽഡ്രൻ സീ ആൻഡ് ചിൽഡ്രൻ ഡു. ഇതാ ഇത് കാണുക, ഈ അപ്പൻ തൻ്റെ അമ്മയെ ഇടിക്കുന്നു. കൊച്ചത് കാണുന്നു, കൊച്ചും അതേപോലെ കൈ മുഷ്ടി ചുരുട്ടുന്നു. എന്നാൽ ഈ അപ്പൻ തൻ്റെ അമ്മയ്ക്ക് സ്നേഹം അല്ലെങ്കിൽ പൂക്കൾ കൊടുക്കുന്നു. കുഞ്ഞത് കാണുന്നു, കുഞ്ഞും അതേപോലെ തന്നെ കൊടുക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം, ഈ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഇത് വിവേകമുണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയൂ. ഇനി ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിപ്പാൻ. ഭാര്യമാരോട് വിവേകത്തോടെ പെരുമാറണം. അപ്പോൾ വിവേകമില്ലാത്ത ഭർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് വരും? മുടക്കം. ആര് മുടക്കും? അപ്പോൾ പ്രാർത്ഥനാ മുടക്കികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് മുടക്ക് വരാതിരിക്കാനുള്ള വിവേകം ആർക്ക് വേണം? പുരുഷന് വേണം. ഹല്ലേലൂയ.
പിടുത്തം കിട്ടിയ? കാരണം എപ്പോഴാ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുന്നേ? നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് പുരുഷന്മാരോട് പറയുന്നത്, പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കയ്പായി ഇരിക്കരുത്. മനസ്സിലായോ? കയ്പായി ഇരുന്നാൽ നമ്മുടെ പ്രാർത്ഥന പിന്നെ ആര് കേൾക്കില്ല? ദൈവം കേൾക്കില്ല. കയ്പിക്കാനുള്ള സകല സാധനവും ഇവരുടെ അകത്തുണ്ട് താനും. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് കയ്പായി ഇരിക്കുവാനുള്ള ക്രമീകരണം ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സംഭവിക്കുന്നത് ഗോഡ്സ് ഓർഡർ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഗോഡ്സ് ഓർഡർ. ഈ ഗോഡ്സ് ഓർഡർ തെറ്റിയാൽ, ഇത് തെറ്റിയില്ലയോ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാണ്. തെറ്റിയാൽ നിങ്ങളുടെ കുടുംബം പാളിച്ച സംഭവിച്ചു. തെറ്റരുത് ഈ സംഭവം. ഹല്ലേലൂയ. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഓർഡർ. ഈ ഓർഡറിൽ കുടുംബം പണിയണം, മാറിപ്പോകരുത്. ആദ്യ കുടുംബം ഈ ഓർഡർ തെറ്റിച്ചു, ഇത് മോഷ്ടിക്കപ്പെട്ടു. ആദം ദൈവത്തിൻ്റെ സ്വത്താ. എന്നാൽ ആ ദൈവത്തിൻ്റെ സ്വത്തിനെ ഹവ്വ മോഷ്ടിച്ചു. ഹല്ലേലൂയ. ആദം ദൈവത്തിൻ്റെ സ്വത്താ. ആദം ആ മോഷണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആദം ആദ്യം തന്നെ ദൈവത്തിൽ നിന്ന് മോഷ്ടിച്ചു. അത് ഹവ്വയുടെ പ്രേരണയാൽ. ഇതാ ഹവ്വയുടെ പുറകിൽ പിശാച് നിന്നു. ദൈവം വന്നിട്ട് ആദത്തോട് പറയാണ്, നീ എൻ്റെ വാക്കിനുപരി ഞാൻ നിനക്ക് തന്ന സ്ത്രീയുടെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. അപ്പോൾ ആദത്തിന് കൊടുത്ത ഭൂമി എങ്ങനെ ശപിക്കപ്പെട്ടെ? ദൈവത്തിൽ നിന്ന് ആദത്തെ മോഷ്ടിച്ചെടുത്തു. ആര്? ഭാര്യ. ഇന്ന് കുടുംബങ്ങളിൽ നല്ലൊരു പങ്ക് മോഷണമാണ്, സ്പിരിച്വൽ ആയിട്ടുള്ള മോഷണം. ഹല്ലേലൂയ. മനുഷ്യർ അറിയുന്നില്ല. മനുഷ്യൻ അവരുടെ വണ്ടി സൂക്ഷിക്കുന്നു, മാല സൂക്ഷിക്കുന്നു, വള സൂക്ഷിക്കുന്നു, വാച്ച് സൂക്ഷിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയെ സൂക്ഷിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയെ നമ്മൾ മോഷ്ടിച്ചെടുക്കുന്നത് കൊണ്ട് പിശാച് അവിടെ കയറിപ്പെടുവാനായിട്ട് ഇടയാകുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെതൊന്നും മോഷ്ടിച്ചെടുക്കരുത്, റിവേഴ്സ് ആക്കരുത്, തല തിരിക്കരുത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് 17 വായിച്ച് 3:17 ആദത്തോട് പറയുകയാണ്, മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും. നീ ആരുടെ വാക്ക് അനുസരിച്ചു? ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തത് കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാനും നിന്നോട് പറഞ്ഞു, ഞാനാണ് നിന്റെ ഉടയവൻ, ഇവളല്ല നിന്റെ ഉടയവൻ. ഞാനാണ് നിന്റെ ഉടയവൻ. ഇവളെ നിനക്ക് തന്നത് നിനക്ക് വേണ്ടിയാ, നിന്റെ സപ്പോർട്ടിന് വേണ്ടിയാ. പക്ഷെ ഇപ്പോ എനിക്ക് ആരെ നഷ്ടപ്പെട്ടു? എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു. പിടുത്തം കിട്ടിയോ? എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു. പകരം നിനക്ക് വേണ്ടി, നിന്റെ സഹായത്തിന് വേണ്ടി ആരെയാണ് ഞാൻ ഉണ്ടാക്കിയത്, അതിലേക്കായി മാറി. പ്രിയ സഹോദരങ്ങളെ, വ്യക്തതയോടെ പുരുഷനും സ്ത്രീയും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുരുഷനും സ്ത്രീയും ഈ ഒരു ഫേസിൽ പുരുഷൻ പ്രൊജക്റ്റ് മാനേജറാണ്, സ്ത്രീ സഹായിയാണ്. എന്നാൽ അടുത്ത ഫേസിൽ, ദ റിയൽ ലൈഫിൽ, പുരുഷനും സ്ത്രീക്കും തുല്യ പങ്കാളിത്തമുള്ള ഈ ഒരു തിരിച്ചറിവുണ്ടാകുക. എന്നാൽ പിശാച് ദൈവം വെച്ച സകല വ്യവസ്ഥയും തല കീഴാക്കും. എന്തിനാണെന്നറിയാമോ? തല കീഴാക്കിയാൽ അവന് ശാപത്തിൻ്റെ കീഴിലേക്ക് വരാം. ഒരിക്കലൊരു വിവാഹത്തിന് പ്രസംഗിക്കുവാൻ എന്നെ വിളിച്ചു. ആ വിളിച്ച സമയത്ത് തിരുവചനത്തിലെ ഒരു ഭാഗം പ്രസംഗിച്ചപ്പോൾ ജനമെല്ലാം നിശബ്ദമായി. ആ ഭാഗം ഇതായിരുന്നു. അവിടെ ഒരു മണവാളനും മണവാട്ടിയുണ്ട്. മണവാളിൻ്റെ പേര് ജോസഫ് എന്നാണ് ചിന്തിക്കുക. ഇതാ മണവാട്ടിയുടെ പേര് മിനി എന്നാണ് ചിന്തിക്കുക. അങ്ങനെ ജോസഫും മിനി അവിടെ ഇരിക്കുക. ആ മിനിയോട് പറഞ്ഞു, കല്യാണം കഴിക്കാൻ പോവാണ്. ഈ ജോസഫിനെ ദൈവം സൃഷ്ടിച്ചത് മിനി
നീ തിരിച്ചറിയണം, നിനക്ക് വേണ്ടിയല്ല. ഈ പുരുഷനെ ദൈവം ഉണ്ടാക്കിയത് നിനക്ക് വേണ്ടി അല്ല. പക്ഷെ എന്തെങ്ങനെ നോക്കണേ, പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങി വരാനാണോ? എന്നാൽ മിനി, നിന്നെ ദൈവം സൃഷ്ടിച്ചാക്കിയത് ഈ പുരുഷന് വേണ്ടിയാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകണം, എല്ലാ സഹോദരിമാർക്കും ഉണ്ടാകണം. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. കാരണം ദൈവം വെച്ചതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ തെറ്റിയാൽ പുറത്തു പോകും. തെറ്റരുത്. ഇന്ന് വിവാഹവേദിയിൽ ഇത് ആരും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇത് പറഞ്ഞു കൊടുക്കണം. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇത് പറഞ്ഞു കൊടുക്കണം. പുരുഷന് ഇത് പറഞ്ഞു കൊടുക്കണം. നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട് ആ സ്ത്രീയുടെ മുകളിൽ. സ്ത്രീക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഓ ഫാദർ, വി താങ്ക് യു. വായിച്ചാട്ടെ, 1 കൊരിന്ത്യൻ 11:9 ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കുക. 1 കൊരിന്ത്യൻ chapter 11 verse 9 വ്യക്തതയോടെ മനസ്സിലാക്കണം. സ്ത്രീയും പുരുഷനും മനസ്സിലാക്കണം ഇത്. വായിച്ചേ. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. പുരുഷൻ സ്ത്രീക്ക് വേണ്ടി അല്ല സൃഷ്ടിക്കപ്പെട്ടത്. വിശുദ്ധ ബൈബിളിലെ കാര്യം മനസ്സിലാക്കുക. എന്നോട് എതിർത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ജീവിതം മനോഹരമായിട്ട് പോകണോ? ഇതാ മനസ്സിലാക്കുക. കുടുംബങ്ങൾ മനോഹരമാകണോ? പുരുഷൻ, സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സ്ത്രീയുടെ കയ്യിൽ അമ്മാനമാടാൻ വേണ്ടിയല്ല നിങ്ങളെ സൃഷ്ടിച്ചത്. ഈ ഒരു തിരിച്ചറിവ് വേണം. ഹല്ലേലൂയ. ആദം എന്താ കാണിച്ചേ? തൻ്റെ ഭാര്യയുടെ കയ്യിൽ അമ്മാനമാടി, അല്ലേ? ഇതുകൊണ്ടാണ് ആദത്തിന്റെ കുടുംബം ഭൂമി ശപിക്കപ്പെട്ടു പോയത്. ഓർഡർ റിവേഴ്സ് ചെയ്യരുത്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അത്യുന്നതനായ ദൈവത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മളുടെ അല്ലെങ്കിൽ ആദത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് നാം ചെയ്യുമ്പോൾ അതിന് സഹായിയായിട്ടാണ്, തക്ക സഹായി. എന്നാൽ നട്ടലുള്ള ഒരുത്തനത് മിണ്ടില്ല. കാരണം ഇവരുടെ മുഖം കാണണ്ടേ. ഇവരെ സന്തോഷിപ്പിച്ചാലേ കാര്യം നടക്കൂ. മനസ്സിലായോ? എന്നാൽ ശ്രദ്ധിക്കുക, യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ നിൽക്കുന്ന ഏതൊരു സ്ത്രീയും ആ വ്യവസ്ഥയ്ക്ക് തയ്യാറാവും. കാരണം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഫേസിൽ മാത്രം ഈ സിസ്റ്റം ഉള്ളൂ. അടുത്ത ഫേസിൽ സ്ത്രീയൊന്നുമില്ല, പുരുഷനൊന്നുമില്ല, രണ്ടുപേർക്കും തുല്യ പങ്കാ. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ഈ വിവേകം ഉണ്ടാകാനാണ് ദൈവത്തിൻ്റെ വചനം 1 പത്രോസ് 3:7 പറയുന്നത്. ഈ വിവേകം ആർക്കുണ്ടാകണം? പുരുഷനുണ്ടാകണം. ഏത് വിവേകം? അവർ എഴുതിയിരിക്കുകയാണ്, വിവേകത്തോടുകൂടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനമാണെന്ന്. നിങ്ങൾ ബലഹീനമാണെന്നേ നിങ്ങൾക്കറിയില്ല. ബലഹീനമാണ് എന്നും മാത്രമല്ല, അടുത്ത ഫേസിൽ ജീവന്റെ കൃപയ്ക്ക് നിങ്ങൾ ഇവരെക്കാൾ ഒട്ടും താന്നവരല്ല, തുല്യ പങ്കാളികളാണെന്ന് തിരിച്ചാരറിയണം? പുരുഷൻ അറിഞ്ഞിട്ട് ഇവർക്ക് ബഹുമാനം കൊടുക്കണം. ഇതൊക്കെ അറിയാതെ വിവാഹ ജീവിതം നയിച്ചാൽ വണ്ടി പോയി ഇടിക്കും, ഡൈവോഴ്സ് ആകും. അല്ല എങ്കിൽ ഇതാ ആദം ജീവിച്ചതുപോലെ ജീവിക്കേണ്ടി വരും. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അങ്ങനെയല്ല. ദൈവം വെച്ച വ്യവസ്ഥ ജീവിക്കുക. എന്നോട് നിങ്ങൾ പിണങ്ങിയിട്ട് കാര്യമില്ല എൻ്റെ സഹോദരിമാരെ. ബൈബിൾ വ്യവസ്ഥയാണ് പറയണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് പറയണേ. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ആരോടെങ്കിലും എവിടെയെങ്കിലും ബൈബിൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ ഹവ്വയുടെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ടോ? എന്താ എഴുതാഞ്ഞേ? ആ പുള്ളിക്കാരത്തിയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. പിന്നെ ആരുടെ മക്കളെന്ന് എഴുതി വെച്ചേക്കണേ? സാറയുടെ മക്കളെന്ന് നിങ്ങളെ വിളിക്കപ്പെടും. കാരണം ദൈവത്തിൻ്റെ വചനം 1 പത്രോസ് 3:5 എഴുതി വെച്ചിരിക്കുക. സാറ അബ്രഹാമത്തെ അബ്രഹാം വരാറിയോ എന്നല്ല വിളിച്ചേ. അബ്രഹത്തെ ഇതാ യജമാനനെ എന്ന് വിളിച്ചുകൊണ്ട്, മൈ ലോർഡ്, മൈ അഡോണായി. ഹല്ലേലൂയ. യേശുവിനെ വിളിക്കുന്ന പേര് അഡോണായി, യജമാനൻ.
മനസ്സിലായോ? അതൊരു സ്ഥാനപ്പേര്. യജമാനൻ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിപ്പിച്ചു പോരുകയല്ലായിരുന്നു, അനുസരിച്ചു പോന്നു. ഹല്ലേലൂയ. പക്ഷെ ഇന്നത്തെ സൊസൈറ്റി അങ്ങനെയല്ല പറയുന്നത്. തുല്യം തുല്യം തുല്യം. ദൈവം അങ്ങനെയല്ല വെച്ചിരിക്കണേ. പ്രൊജക്റ്റ് അവരെ ഏൽപ്പിച്ചു, അതിനെ സഹായിയായി നിങ്ങളെ ഏൽപ്പിച്ചു. എവിടെ? ഈ മരിക്കുന്ന ജീവിതത്തിൽ. എന്നാൽ ഇത് കഴിഞ്ഞാൽ രണ്ടുപേരും ജീവൻ്റെ കൃപയ്ക്ക് തുല്യ പങ്കാളി. ഈ വചന വ്യവസ്ഥ തിരിച്ചറിഞ്ഞ് ഇതാ കുടുംബത്തെ ദൈവം വച്ച അവസ്ഥയെ മോഷ്ടിച്ചെടുക്കാതെ, ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായ ആദത്തെ മോഷ്ടിച്ചെടുക്കാതെ ഈ പ്രൊജക്റ്റിൽ സഹായിയായി നിലകൊണ്ടാൽ സ്ത്രീയും പുരുഷനും ആർക്ക് വേണ്ടിയാണ് ജീവിക്കണേ? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. പിടുത്തം കിട്ടിയോ? സ്ത്രീയും പുരുഷനും ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇന്നത്തെ പുരുഷൻ തന്നെ സ്വയം മോഷ്ടിച്ചു. ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് മോഷ്ടിച്ചു. ഇന്ന് പല ഭവനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മോഷണത്തിൻ്റെ പരമ്പരയാ. പുരുഷൻ തന്നെ ദൈവത്തിൽ നിന്ന് മോഷ്ടിച്ചു. സ്ത്രീ ഇതാ മോഷ്ടിച്ചില്ലാലും പുരുഷനെ ഇതാ മോഷ്ടിച്ചെടുക്കുന്നു. ഹല്ലേലൂയ. പുരുഷനെ ആ സ്ഥാനത്ത് നിന്ന് മോഷ്ടിക്കുന്നു, മക്കളെ മോഷ്ടിക്കുന്നു. എല്ലാം മോഷണമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും രണ്ട് ചേരികളാണ്. ഇങ്ങനെ ചേരികളായി തീരരുത്. ഹല്ലേലൂയ. നമുക്ക് കാണാം ഐസക്കിൻ്റെ കുടുംബം. ഹല്ലേലൂയ. ഐസക്കിൻ്റെ കുടുംബത്തിൽ നമുക്ക് കാണാം ഐസക്ക് ഇതാ റിബേക്ക, ഇത് രണ്ട് ചേരിയായി. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഐസക്കിന് വലിയ ഇഷ്ടമാണ് എന്തെന്നറിയാമോ? വേട്ടയിറച്ചി വലിയ ഇഷ്ടമായത് കൊണ്ട് തൻ്റെ മകനായ യേശാവിനോടായിരുന്നു ഇഷ്ടം. എന്നാൽ റിബേക്കയ്ക്ക് അങ്ങനെയല്ല, നേരെ തിരിച്ചു യാക്കോബിനാണ് ഇഷ്ടം. കുടുംബത്തിനുള്ളിൽ തന്നെ രണ്ട് ചേരി. എൻ്റെ മക്കളെ അത് അനുവദിക്കരുത്. ഹല്ലേലൂയ. ഭർത്താക്കന്മാർ അനുവദിക്കരുത്, ഭാര്യമാർ അനുവദിക്കരുത്. ആ ഭാഗം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുന്ന രണ്ട് ചേരികളാകരുത്. ഇതാ മക്കളെ ചേരിയാക്കാൻ വേണ്ടി ചിലപ്പോൾ കടന്നു വരും. മമ്മിയുടെ കുറ്റം പറഞ്ഞ് അപ്പൻ്റെ അടുക്കിലേക്ക് വരും. അപ്പോൾ അപ്പൻ എന്താ ചെയ്യണമെന്നറിയാമോ? അതൊരിക്കലും എൻകറേജ് ചെയ്യരുത്. എടാ നിൻ്റെ മമ്മി, നിൻ്റെ അമ്മ അല്ലെങ്കിൽ എന്താ വിളിക്കണേ, പോയി പറഞ്ഞ എന്താണെന്ന് വെച്ച് ചെയ്താട്ടെ, അനുസരിച്ച്. ഇനി അപ്പൻ്റെ കുറ്റം പറഞ്ഞ് മക്കൾ അമ്മയുടെ അടുക്കൽ വരും. ചേരിയാകരുത്, അതിന് ചെവി കൊടുക്കരുത്. അല്ല പപ്പ എന്നാ പറഞ്ഞേ, നിൻ്റെ ഡാഡി എന്നാ പറഞ്ഞേ, അതുപോലെ ചെയ്താൽ മതി, ഞാൻ ഡാഡിയോട് സംസാരിക്കട്ടെ, നോക്കട്ടെ. സൈഡ് ഉണ്ടാക്കരുത്. കുടുംബത്തിൽ രണ്ട് ഭാഗങ്ങളായി പിരിയരുത്. എപ്പോഴാ പിശാച് എന്തിനാ വരുന്നേ? അറക്കാൻ, മുടിപ്പാൻ, മോഷ്ടിപ്പാൻ. അങ്ങനെ കുടുംബത്തിൽ ദൈവം വച്ച ഒന്നും മോഷ്ടിക്കപ്പെടരുത്. മോഷ്ടിക്കപ്പെട്ടതാണ് ആദ്യ കുടുംബത്തിൽ സംഭവിച്ചത്. ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായ ആദത്തെ ഇതാ സഹായിയായ ഹവ്വ മോഷ്ടിച്ചെടുത്തു. കാരണം ഹവ്വയുടെ പുറകിൽ ആരാ നിന്നേ? പിശാച് നിന്ന്. അവൻ മോഷ്ടാവാ. ഇതിന് സമ്മതിക്കരുത്. കുടുംബത്തിൻ്റെ ആ ഒരുമ നഷ്ടപ്പെടുവാനായിട്ട് അനുവദിക്കരുത്. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കുക, ഇതാ ദൈവത്തിൻ്റെ വചനത്തിൽ വെച്ചിരിക്കുന്ന ഓർഡർ തെറ്റരുത്. തെറ്റാതെ പോയാൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ ഓർഡർ കാണാം. ഈ ഓർഡർ തെറ്റരുത്. ഗോഡ്സ് ഓർഡർ. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഓർഡർ. ആ ഓർഡർ മനസ്സിലാക്കുക. ഹെവൻലി ഫാദർ, സ്വർഗീയ പിതാവാണ് സകലത്തിൻ്റെയും ഓണർ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഓണറേ അല്ല, യേശു ക്രിസ്തു അവകാശിയാണ്. ഇതാണ് ദൈവത്തിൻ്റെ വചനം. ഹെബ്രായർ 1:1-2 വാക്യങ്ങളിൽ പറയുന്നത്, ദൈവ ഇതാ ആദ്യകാലങ്ങളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. ഈ അന്ത്യകാലത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം സംസാരിക്കുകയും പുത്രൻ മുഖാന്തരം സകലം സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിപ്പിൽ ആരുണ്ട്? പുത്രനുണ്ട്. പുത്രൻ മുഖാന്തരം സകലം സൃഷ്ടിച്ചു. അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അതിൻ്റെ കൂട്ടവകാശത്തിലേക്ക് നമ്മൾ പോകുന്നത്. ആ അവകാശിയാക്കി വെച്ചു. അങ്ങനെ ഈ ഒരു തലം നമ്മൾ തിരിച്ചറിയണം. ആ പുത്രനെ സകലത്തിൽ അവകാശി മാത്രമല്ല, അധികാരിയും ആക്കി വെച്ചു, കർത്താവും ആക്കി വെച്ചു. അപ്പോൾ സകലത്തിൻ്റെ ഉടമസ്ഥൻ സ്വർഗസ്ഥ പിതാവാണ്. അവകാശിയും അധികാരിയുമാണ് യേശു കർത്താവ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പിതാവിൻ്റെ ബോഡിയായി, ശരീരമായി, ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ശരീരരൂപത്തിൽ ക്രിസ്തുവിൽ നിലകൊള്ളുന്നത്. തല സ്വർഗസ്ഥ പിതാവാണ്. ഇതാണ് 1 കൊരിന്ത്യർ 11:3 ഈ ഓർഡർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓർഡർ സഭകളിൽ വായിക്കുന്നില്ല എന്നതുകൊണ്ട് ബൈബിളിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. ആ ഓർഡർ വ്യക്തതയോടെ മനസ്സിലാക്കിയാട്ടെ. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്? യു ഷുഡ് നോ. നിങ്ങൾ സഭ ഇത് അറിയണം. എന്നാൽ ഇത് സഭകളിൽ വായിക്കത്തില്ല.
എന്താ കാര്യം? പണ്ടേ തെറ്റായി പഠിപ്പിച്ചു വെച്ചത് വെളിപ്പെടും. അതുകൊണ്ടാണ് ഇത് വായിക്കാത്തത്. അപ്പോൾ അതായത് ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് വായിച്ചു കഴിഞ്ഞാൽ ജനം വിവരമുള്ളവൻ ചോദിക്കും ഈ സംഭവം. അപ്പോൾ ഉത്തരം പറയാൻ വാ പൊട്ടും. അതുകൊണ്ട് മിണ്ടാതിരിക്കുക. അതുകൊണ്ട് കാര്യമില്ല, വചനമായി തന്നെ പഠിക്കുക. ഇവിടെ മനസ്സിലാക്കുക, ഇതാ ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്ന രംഗം എന്ന് പറയുന്നത് സ്ത്രീയുടെ തല കണ്ടോ, ഇതാണ് സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് തിരിച്ചറിയണം. ഈ ഒരു അറിവുണ്ടാകണം. ഇതാ സ്വർഗത്തിലെ ദൈവം കുഞ്ഞുങ്ങളെ ഇതാ സ്ത്രീയും പുരുഷനും അടങ്ങിയ ഈ കുടുംബത്തിൻ്റെ കീഴിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഓർഡർ തെറ്റാതെ പോയാൽ മനോഹരമായിരിക്കാം. ഹല്ലേലൂയ. എപ്പോഴും ഇന്ന് ഇതാ യേശുക്രിസ്തു എപ്പോഴും തൻ്റെ തലയായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇതേപോലെ പുരുഷൻ എന്ത് ചെയ്യണം? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിൽ ഓടുകയല്ല വേണ്ടത്. മോഷ്ടിക്കപ്പെടരുത്, സ്വയം മോഷ്ടിക്കപ്പെടരുത്, ക്രിസ്തുവിൽ നിന്ന് മോഷ്ടിക്കപ്പെടരുത്. ക്രിസ്തു എപ്പോഴും ശ്രദ്ധിച്ചു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. അപ്പം നമ്മളെപ്പോഴും എന്ത് ശ്രദ്ധിക്കണം? ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. ഇനി ശ്രദ്ധിക്കുക, സ്ത്രീ എന്ത് ചെയ്യണം? തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. പക്ഷെ ഒരു കാര്യം, ഇന്നത്തെ ഭർത്താക്കന്മാരുടെ ഇഷ്ടം ചെയ്യാൻ പോയാൽ ചിലപ്പോൾ നരകത്തിൽ കിടക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം തന്നെ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ഭർത്താവ് ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരുവാൻ പ്രാർത്ഥിക്കണം. എന്നിട്ട് അതിനെ ഏൽപ്പിച്ച് കൊടുക്കണം. ഇതുകൊണ്ടാണ് 1 പത്രോസിൽ ഇങ്ങനെ പറയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം എന്ത് ചെയ്യണം? വായിക്കും മനുഷ്യ, ബൈബിൾ വായിക്കും മനുഷ്യ, ഭയക്കും മനുഷ്യ, ഇങ്ങനെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ എന്ത് ചെയ്യണോ? ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ, ബൈബിൾ കൂടാതെ അവർ ക്രിസ്തുവോട് ചേർന്ന് വരും. അതായത് നിങ്ങളുടെ നടപ്പ് അവരുടെ മുമ്പിൽ ഒരു വചനമായി മാറും, സൗമ്യതയോടുകൂടെ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരു ബ്യൂട്ടി പാർലറും പോകണ്ട, 100 മടങ്ങ് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കും. എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? സൗമ്യത ഉണ്ടായാൽ മതി. ഹല്ലേലൂയ. ഒരു ബ്യൂട്ടി പാർലറും പോകണ്ട, നിങ്ങളുടെ സൗന്ദര്യം 100 മടങ്ങ് വർദ്ധിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവവചനം പറയുകയാണ്, ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ, ദൈവസന്നിധിയിൽ വിലയേറിയ മനുഷ്യൻ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക. ഈ ഓർഡർ അപഹരിച്ചെടുക്കുവാൻ പിശാചിനോ അവൻ്റെ സിസ്റ്റത്തിനോ നമ്മുടെ സ്വയത്തിനോ ഇടയാകാതിരുന്നാൽ നമ്മുടെ കുടുംബം മനോഹരമായി തീരുവാനായിട്ട് ഇടയാകും. ആരെങ്കിലും വിഘടിപ്പിക്കുന്ന വാക്കുകളുമായിട്ട് വന്നാൽ എൻകറേജ് ചെയ്യരുത്. പകരം ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ അവരെ നിർത്തുക. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം. എന്നാൽ പിശാചിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനെല്ലാം തകിടം മറിക്കുകയാണ്. ഇന്ന് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ഈ അപ്പനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ യേശുവിനെ കൊണ്ടുവയ്ക്കണം. ഹല്ലേലൂയ. എന്നാൽ യേശു ഒരിക്കലും സമ്മതിക്കത്തില്ല. കുടുംബങ്ങളിൽ നടക്കുന്ന എന്നാണെന്നറിയാമോ? നല്ലൊരു കുടുംബത്തിൽ ഇതാ ഈ പുരുഷനെ മാറ്റിയിട്ട് അതിന് പകരം സ്ത്രീയെ കൊണ്ട് അവിടെ ഫിറ്റ് ചെയ്യണം. എല്ലാം തല തിരിക്കുകയാണ്. അങ്ങനെയല്ല പ്രിയ കുഞ്ഞുങ്ങളെ, അപഹരിച്ചെടുക്കരുത്. ഇന്ന് പല ഭാഗങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ, ഇതാ പല കുടുംബങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അമ്മയും പിള്ളേരും ഒരു ചേരി, അപ്പൻ ചേരി ഇല്ല, ഒറ്റ ചേരി. ഞാൻ പണ്ടൊരിക്കലും ഇങ്ങനെ പ്രസംഗിച്ചു, അപ്പൻ ചേരി അമ്മച്ചേരി എന്ന്. ഒരു വൃദ്ധനായ ഒരു വ്യക്തി എന്നോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ബ്രദറെ തെറ്റിപ്പോയി, അങ്ങനെ ഒരു ചേരി ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഏത് ചേരി? അപ്പൻ ചേരി എന്ന് പറഞ്ഞിട്ട് ചേരിയേ ഇല്ല, അമ്മച്ചേരിയേ ഉള്ളൂ. എൻ്റെ സഹോദരിമാരെ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളെ അപഹരിക്കരുത്. നിങ്ങൾ മോഷ്ടാക്കളെന്ന് പേരാകും. അപഹരിക്കരുത്. പകരം കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ഭക്തിയിൽ ചേർത്ത്, ഇതാ അപ്പനോട് ചേർത്ത് അപ്പനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. ഭർത്താക്കന്മാർ ഇതാ ഒരു വിധത്തിലും ഭാര്യയിൽ നിന്ന് അകറ്റരുത്. കുഞ്ഞുങ്ങളെ ഇതാ അമ്മയോട് ചേർത്ത് നിൽക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമായിരിക്കുക. ഒരിക്കലും ഐസക്കിൻ്റെ കുടുംബം പോലെ ആയിത്തീരരുത്. അമ്മച്ചേരിയും അപ്പൻ ചേരിയും ഇസഹാക്കിൻ്റെ കുടുംബം പോലെ അമ്മച്ചേരിയും ആയി തീരരുത്. പകരം ഇതാ നമുക്ക് ഒരു ചേരിയല്ല, ഒരു കുടുംബമുണ്ട്, ദൈവത്തിൻ്റെ കുടുംബം. നമ്മൾ ഒരുമിച്ച് ആ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ കീഴിൽ നിന്നാൽ നമ്മളെ നോക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് നല്ല ഒരു പാഠമായിരിക്കും. അവർ പഠിക്കുന്നത് റൈറ്റായിട്ടുള്ളതായിരിക്കും. ഹല്ലേലൂയ. ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ. വിവാഹ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലേക്ക് ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. കാരണം ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ, ഒരു കാർ ഓടിക്കണമെങ്കിൽ പലതും മനസ്സിലാക്കുന്നത് പോലെ ഇതാ വിവാഹം കഴിക്കണമെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു, ആ കാർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞ് ഓടിച്ചാൽ വണ്ടി ഇടിക്കും. ഇതുപോലെ തന്നെയാണ്, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, ഞാൻ കല്യാണം കഴിച്ചു, ആ യാത്രയിൽ ഇടി നടക്കും. ഹല്ലേലൂയ. പകരം ആ വണ്ടി ഓടിക്കാൻ നന്നായിട്ട് പഠിക്കുക എന്നതുപോലെ കുടുംബജീവിതം നയിക്കുവാൻ നന്നായി പഠിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്,
ഭർത്താക്കന്മാരെ ഭാര്യമാരോടുകൂടെ വിവേകത്തോടുകൂടെ വസിക്കണം. വിവേകം വേണം, സ്നേഹം മാത്രം പോരാ, വിവേകം വേണം. അതുകൊണ്ട് ഇപ്പോൾ സമയത്തിൻ്റെ കുറവ് മൂലം ഇവിടെ നിർത്തുകയാണ്. വാത്സല്യ കുടുംബത്തെ നമുക്ക് മുമ്പിലേക്ക് വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ അമൽ ബ്രദറും അപ്പോൾ തന്നെ സഹോദരി മഞ്ജുവും കുഞ്ഞും കൂടെ മുമ്പോട്ടേക്ക് വരുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. ഓ ഫാദർ, വി താങ്ക് യു, വി ഗീവ് യു ഗ്ലോറി. ഹല്ലേലൂയ. ഈ സമയം സഭ കേട്ട വചനം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിക്കൊണ്ട്, ഇതാ ദൈവം ആർക്കും ഒന്നിനും എതിരല്ല, പകരം നമ്മൾ ദൈവം വെച്ച വ്യവസ്ഥയെ അനുസരിച്ച് ജീവിക്കുക. അത് നമ്മുടെ ജീവിതത്തിന് നന്മയായിരിക്കും. നമ്മളൊരു അല്പസമയമേ ഈ ഭൂമിയിലുള്ളൂ, വളരെ കുറച്ച് സമയം. ഇതാ ഒരു പന്ത് വന്ന് ഇവിടെ അത് തട്ടി മുകളിലേക്ക് പൊങ്ങുന്നത് പോലെ ഒരല്പസമയമേ, സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി, ഈ പന്ത് വന്ന് നിലത്ത് മുട്ടി പൊങ്ങുന്നത് പോലെ നമ്മൾ നിലത്ത് മുട്ടി ജനിച്ചു, മുകളിലേക്ക് പൊങ്ങി മരിച്ചു. ഒരല്പസമയമേ ഉള്ളൂ. ഈ സമയം സ്വർഗത്തിലെ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്. ഇവിടെ ഒന്നും നമുക്കില്ല. നമുക്ക് ലഭ്യമാകുന്ന മക്കൾ, അത് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇവിടെ കയറി വന്നാൽ ഇങ്ങോട്ട് വാ. ഓ ഫാദർ, വി താങ്ക് യു. ലോർഡ്, ഐ ലവ് യു. ഓ ഫാദർ, താങ്ക് യു ലോർഡ്. ഈ സമയം 127 സങ്കീർത്തനം ശബ്ദമുയർത്തി വായിച്ചുകൊണ്ട്, ഓ ലോർഡ്, ഐ ലവ് യു, വി താങ്ക് യു ഹെവൻലി ഫാദർ. നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് കിടക്കാം. 127 സങ്കീർത്തനം ശബ്ദമുയർത്തി വായിച്ചാട്ടെ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. ശ്രദ്ധിച്ചേ, ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ദൈവം തരുന്ന റിവാർഡാണ് ഉദരഫലം. ഈ കുഞ്ഞ് ദൈവം കൊടുത്ത റിവാർഡാണ് ഈ മക്കൾക്ക്. ഈ ആദ്യ ഫലം ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, ദൈവത്തെ ബഹുമാനിക്കാൻ. തുടർന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അസ്ത്രങ്ങളെ പോലെയാ. താഴെ പറയുന്നു, അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ച് പോവുകയില്ല. ഇവിടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ദൈവവും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. സദൃശവാക്യം 12:21 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, മകനെ, എന്നെ ലജ്ജിപ്പിക്കുന്നവരോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെയുള്ള മക്കൾ ഇവിടെ ഉണ്ടോ? ദൈവത്തെ കുറ്റം പറയുന്നവരെ, നിന്ദിക്കുന്നവരെ, അവരോട് ഉത്തരം പറയുന്ന മക്കൾ ഇവിടെ ഉണ്ടോ? അതാണ് ആവനാഴിയിലെ അസ്ത്രങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, തിരിച്ചറിയുക, അതിനുവേണ്ടി ദൈവം കൊടുത്ത ഒരു റിവാർഡാണ്, ഒരു ഉദരഫലമാണ് ഈ പൈതൽ. പ്രിയ അമലിനും പ്രിയ മഞ്ജുവിനും സ്വർഗത്തിലെ ദൈവം കൊടുത്ത ഈ മകന് ഏബേൽ, അല്ലേ, ഏബേൽ അമൽ എന്നാണ് ഇവർ പേരിട്ടിരിക്കുന്നത്. ഈ പൈതലിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാം. സൂമിലായിരിക്കുന്നവരും എല്ലാവരും, ഈ ഹോളിലായിരിക്കുന്നവരും എല്ലാവരും ഒരുമിച്ച് ഈ പൈതലിൻ്റെ നേരെ കൈനീട്ടിക്കൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ അധികാരം ഈ കുടുംബത്തിൻ്റെ നേരെ ഉപയോഗിക്കുക, അനുഗ്രഹിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുക. അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരായിരിക്കുക. ഈ ഒരു വ്യവസ്ഥയിൽ നിങ്ങളുടെ വലങ്കരം ഈ പൈതലിൻ്റെ നേരെ നീട്ടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ പൈതൽ അങ്ങയുടെ ദാനമായിരിക്കുകയാണ്. നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പൈതലിനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് യേശു കർത്താവിനെ സമർപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പൈതൽ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഈ പൈതലിനെ കുറിച്ചുള്ള അങ്ങയുടെ മുൻ നിയമനം ഈ പൈതലിൻ്റെ ജീവിതത്തിൽ നടപ്പിലാകുവാൻ തക്കവണ്ണം അങ്ങയുടെ ഉടമസ്ഥതയിലുള്ള ഈ പൈതലിൻ്റെ ഉടമസ്ഥത സർവപ്രപഞ്ചത്തിൻ്റെ മുമ്പാകെ വീണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ടും ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായി ഈ പൈതലിനെ സഭയായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ കുടുംബത്തോടൊപ്പം ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിച്ച് മുദ്രയിടുന്നു. കിങ്ഡം പ്രോപ്പർട്ടിയായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. പിശാചിനോടും അവൻ്റെ സകല സൈന്യത്തോടും ഞങ്ങൾ സഭ ഒരുമിച്ച് കൽപ്പിക്കുന്നു, നിനക്ക് ഈ പൈതലിൻ്റെ മേൽ ഒരവകാശവും അധികാരവുമില്ല. ഈ പൈതലിനെ ദൈവം വെച്ച ആ മുൻ വ്യവസ്ഥ പ്രകാരം ഈ പൈതൽ പൂർണ്ണമായും ദൈവിക ചൈതന്യത്തിലേക്ക് വളരട്ടെ. അതിനായി ഞങ്ങൾ ഒരുമിച്ച് ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാപിതാക്കന്മാർ, ഇപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ കുഞ്ഞിൻ്റെ ആദ്യത്തെ സ്കൂൾ ഭവനമാണ് എന്നും ആദ്യത്തെ ടീച്ചേഴ്സ് പാരൻസ് ആണ് എന്നും കുഞ്ഞ് ആദ്യം വായിക്കുന്നത് തൻ്റെ മാതാപിതാക്കന്മാരെയാണ് എന്നും ഏറ്റവും നല്ല രീതിയിൽ ഈ കുഞ്ഞിനെ ആ സ്കൂളിൽ വളർത്തിയെടുക്കുവാനുള്ള എല്ലാ കൃപകളാലും പ്രിയ മാതാപിതാക്കന്മാരെ അങ്ങ് അനുഗ്രഹിക്കണമേ. അതിനായി അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സഭയായി ഈ മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കുന്നു, ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. ഈ കുഞ്ഞിനെ ആത്മീയമായും മാനസികമായും ശാരീരികമായും സാമൂഹികമായും എല്ലാം വളർത്തിയെടുക്കാനുള്ള എല്ലാ കൃപകളാലും അങ്ങ് നിറച്ചാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഈ പൈതലിനെ വീണ്ടും അനുഗ്രഹിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവർ നിത്യം ഒരനുഗ്രഹമായി തീരട്ടെ. സകലതും സ്വകീയ പിതാവിൻ്റെ മഹത്വത്തിനായി യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവനാണ് മാതാപിതാക്കന്മാരെ ദൈവത്തിൻ്റെ എല്ലാ കൃപകളാലും താങ്ക് യു. ഹല്ലേലൂയ. അങ്ങനെ ഇതാ വീണ്ടും ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു, കിങ്ഡം പ്രോപ്പർട്ടി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.